ഒരു റഷ്യൻ കോടീശ്വരൻ ഹെലികോപ്റ്ററിൽ നിന്നും ഇറക്കി നോട്ട് കെട്ടുകൾക്ക് മുകളിലൂടെ തന്റെ കാമുകിയെ നടത്തിച്ച ദൃശ്യങ്ങളാണിത്. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിനെയാണ്. രണ്ട് കൈയിലായി ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും പിടിച്ച് വലിച്ചിഴച്ച് പാർലമെന്റിലേക്ക് തന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ കയറിപ്പോകുന്ന നരേന്ദ്രമോദി. ഇരുവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് മിസ്റ്റർ താങ്ക് യു എന്ന ശതകോടീശ്വരനാണെങ്കിൽ ഇത് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ. റഷ്യൻ കോടീശ്വരന്റെ കാമുകിയാണ്. ഒപ്പം ഏത് നിമിഷവും വഴിയിൽ ഉപേക്ഷിക്കാം. അതുതന്നെയാണ് മോദിയുടെയും അവസ്ഥ. കാറ്റും കോളും മാറിയാൽ ഏത് നിമിഷവും നായിഡുവും നിതീഷും ശിവസേനയും ഒക്കെ കൈവിടും മോദിയെ ഉറപ്പ്. പിന്നെ ഇവിടെ റഷ്യൻ കോടീശ്വരൻ നോട്ട് കെട്ടുകൾക്ക് മുകളിലൂടെയാണ് കാമുകിയെ നടത്തിച്ചതെങ്കിൽ മോദി സർക്കാർ സഖ്യകക്ഷികളെ മാത്രമല്ല ഡൽഹി നിവാസികളെ മൊത്തം ചെളിവെള്ളത്തിന് മുകളിലൂടെയാണ് ഇപ്പോൾ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാവം ശശി തരൂർ എം പി പങ്കുവച്ച വാർത്ത കണ്ട് സങ്കടം തോന്നി. തൻ്റെ വീട്ടിനകത്ത് വരെ വെള്ളം കയറി ഫർണിച്ചറൊക്കെ നശിച്ചത്രേ. റഷ്യൻ കോടീശ്വരൻ പങ്കുവച്ച വീഡിയോയ്ക്ക് എതിരെ വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതുപോലെ തന്നെ മോദിയുടെ ഈ മൂന്നാം ഭരണവും ജനം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഡൽഹിയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വെള്ളക്കെട്ട്. വിമാനത്താവളത്തിൻ്റെ മുൻഭാഗം തന്നെ തകർന്നു വീണു. ബീഹാറിൽ തകർന്നത് 5ാമത്തെ പാലം. ദശകോടികൾ ചെലവിട്ട് നിർമ്മിച്ച അയോധ്യ രാമക്ഷേത്രത്തിലാകട്ടെ ചോർച്ച കാരണം അകത്തും കൂടെ പിടിക്കേണ്ട ഗതികേട്. തൊട്ടടുത്ത 300 കോടി രൂപയ്ക്ക് പുതുക്കി പണിത അയോധ്യ റെയിൽവേ സ്റ്റേഷനാകട്ടെ തകർന്നു തുടങ്ങി. പിന്നെ മുംബൈയിലെ അടൽ സേതു പാലത്തിലാകട്ടെ വിള്ളലുകൾ. പാർലമെന്റിനകത്ത് കയറിയാലോ അവിടെ ഇതായിരിക്കുന്നു സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ. ശ്രീ രാഹുൽ ഗാന്ധിജി. Speaker sir, I'd like to congratulate you for your successful election. For the second time that you have been elected, I'd like to congratulate you on behalf of the entire opposition, on behalf of the India Alliance. Speaker sir, this House represents the voice of India's people. And you, Speaker sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. And this time, the opposition represents significantly more voice of the Indian people than it did last time. Speaker sir, the opposition would like to assist you in doing your work. CPM-ന്റെ സഭാകക്ഷി നേതാവായി കേരളത്തിൽ നിന്നുള്ള മുൻ മന്ത്രി കെ രാധാകൃഷ്ണനുണ്ട്. പഴയതുപോലെ NDA അംഗങ്ങൾ മോദിക്ക് അങ്ങനെ ജയ് വിളിച്ച് കാണുന്നുമില്ല. ആഗ്രഹിച്ച വകുപ്പ് കിട്ടാത്ത മന്ത്രിമാർ, മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച് അത് നടക്കാത്തവർ, BJP മനഃപൂർവ്വം ഒഴിവാക്കിയവർ, ഇവരൊക്കെ ഈ MP-മാരൊക്കെ ഇപ്പോൾ അസംതൃപ്തരാണ്. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ഒന്നിനു പിറകെ ഒന്നായി അടിയന്തര പ്രമേയങ്ങളുമായി സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നത്. ഖാർഗെ മതിയായിരുന്ന പ്രതിപക്ഷ നേതാവ്. ഖാർഗെ ഉണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷം മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നതിനെ. പക്ഷേ ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയ അവസ്ഥയിലാണ്. ചെയ്യുന്നതെല്ലാം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ കൂടി പറഞ്ഞു ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ചൂടറിയും. ഇതാണ് നരേന്ദ്രമോദിയുടെയും മന്ത്രിമാരുടെയും ആവലാതി. എങ്ങനെയെങ്കിലും സഭാ സമ്മേളനം വച്ച് മതിയാക്കാനാണ് മിസ്റ്റർ പ്രൈം മിനിസ്റ്ററുടെ ഇപ്പോഴത്തെ ശ്രമങ്ങൾ.